ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കറുമുറ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതിന് ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് കണ്ടല്ലോ, ഏകദേശം ഒരു 1/4 കപ്പ് അളവിലുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ ഇഡ്ഡലി മാവാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അല്പം പുളിയുള്ള തൈര് ഒരു 2 സ്പൂൺ അതിലേക്ക് ചേർത്തിട്ട് ഒരു 2 ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇഞ്ചി, പച്ചമുളക്, മല്ലിയില ഇത്രയും ചോപ്പ് ചെയ്തതും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ആദ്യം ഒരു തവി കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുത്തു കൊടുക്കാം. ഇതിങ്ങനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കണം. കാരണം നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാം കൂടെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരിൻ്റെ കുറച്ച് ഭാഗം കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് ലൂസാക്കി എടുക്കാം. ലൂസാക്കി എന്ന് പറഞ്ഞാൽ അധികം വെള്ളം വേണ്ട, കുറേശ്ശെ. അതായത് ഞാനിത് കൈ കൊണ്ടാണ് കോരി അതായത് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതേ ലൂസിൽ വേണം, അതായത് ഒത്തിരി ലൂസായി പോകരുത്. ഏകദേശം ഒരു മീഡിയം ടൈപ്പ് ഇതേപോലെ ഇതുപോലെയുള്ള ഒരു രീതിയിൽ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ലാസ്റ്റ് നമ്മൾ അതിലേക്ക് ഒരല്പം ബേക്കിംഗ് പൗഡർ, അതായത് ഒരു 1/4 സ്പൂണിൻ്റെ താഴെ മതി ബേക്കിംഗ് പൗഡറും കൂടെ എടുത്ത് നമുക്ക് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുത്തു കൊടുക്കാം. ഇനി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ പരന്ന ഒരു പാനാണ് എടുത്തു കൊടുക്കുന്നത്. പരന്ന പാനാകുമ്പോൾ നമുക്കിത് നിരത്തി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന ഏത് എണ്ണയാണെങ്കിലും അതിലൊഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ എരിവ് കൂടുതലുള്ള പച്ചമുളകാണെങ്കിൽ കൊല്ലാണ്ട് എരിവാകും കേട്ടോ. ഞാൻ ചെറിയ 2 പച്ചമുളക്, എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മല്ലിയിലയ്ക്ക് പകരം കരിവേപ്പിലയാണെങ്കിലും നിങ്ങൾക്ക് എടുത്തു കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്കത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ കളറാകുമ്പോഴേക്കും നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് എടുത്തു കൊടുക്കാം. കടല ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കിതെല്ലാം എടുത്ത് മാറ്റി കൊടുക്കാം. ഇനി അടുത്ത ട്രിപ്പ് കൂടെ ഞാൻ ഇതുപോലെ തന്നെ ഇട്ട് നന്നായിട്ട് ഇതുപോലെ മുരിച്ച് എടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അതെല്ലാം കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചായയുടെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ. ഇത് ഞാൻ ബാക്കിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഞാനിതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു സ്ട്രെയിനറിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നമുക്കിത് ഇതുപോലെ ഒന്ന് സ്ട്രെയിനറിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇത് നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്, നല്ല കറുമുറയാണ്. അങ്ങനെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.